രാജ്യത്തെ ഏറ്റവും വലിയ മാധ്യമ ഗ്രൂപ്പുകളൊന്നായ സൺ ഗ്രൂപ്പിൽ ഭിന്നത രൂക്ഷമാകുന്നു. ദയാനിധി മാരൻ സഹോദരനായ കലാനിധി മാരനെതിരെ നിയമ നടപടിക്ക് നീങ്ങുകയാണ്. കലാനിധിയും ഭാര്യയും ചേർന്ന് ചതിയിലൂടെ സ്വത്ത് തട്ടിയെടുത്തു എന്നാണ് ദയാനിധി മാരന്റെ ആരോപണം. സൺ ടി വി ഓഹരിയുമായി ബന്ധപ്പെട്ട് പല ഇടപാടുകളിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നുവെന്നും സഹോദരൻ അയച്ച നോട്ടീസിൽ ദയാനിധി മാരൻ ആരോപിക്കുന്നുണ്ട്. കെ പി ശ്രീധരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീധരൻ, ഇപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ച് മുരശ്ശേരി മാരൻ്റെ ഫാമിലി അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു അധികാര കേന്ദ്രം ആയിരുന്നു. ഡി എം കെയുമായിട്ടുള്ള ബന്ധുത്വം ഡി എം കെയുടെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ഗ്രൂപ്പായി പ്രവർത്തിച്ചിരുന്നത് മാരൻ ഫാമിലിയാണ്. മുരശ്ശേരി മാരൻ കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്, ദയാനിധി മാരൻ കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ആകെ, അത് ടെലിവിഷനായാലും സിനിമയായാലും ഭരിച്ചുകൊണ്ടിരുന്നൊരു വലിയ ബിസിനസ് ഫാമിലിയാണ്. അവിടെ രണ്ട് സഹോദരന്മാർ തമ്മിൽ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉടലെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇതിൻ്റെ വസ്തുത? ഈ മാരൻ കുടുംബത്തിൽ പോകുന്നത് ദയാനിധി മാരൻ പരസ്യമായി ഇപ്പോൾ കലാനിധി മാരനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് സൺ ഗ്രൂപ്പിന്റെ ഓഹരികൾ നിയമവിരുദ്ധമായി കലാനിധി മാരനും ഭാര്യയും ചേർന്ന് തട്ടിയെടുത്തു എന്നുള്ള ഗുരുതര ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതായത് 2003 മുരശ്ശേരി മാരൻ മരിക്കുന്നതിന് തൊട്ട് പിന്നാലെ ഇതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. പലപ്പോഴായിട്ട് ഈ 2500 മുതൽ 3000 രൂപ വരെ ഉണ്ടായിരുന്ന ഓഹരി, ആ വിലയുണ്ടായിരുന്ന ഓഹരി 10 രൂപയ്ക്ക് ഉൾപ്പെടെ എഴുതി ഏതാണ്ട് 12 ലക്ഷത്തോളം ഓഹരി ഈ കലാനിധി മാരനും ഭാര്യയും ചേർന്ന് കൈക്കലാക്കി എന്നുള്ള ഗുരുതര ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നിലവിൽ 75% സൺ ടി വിയുടെ ആസ്തി അല്ലെങ്കിൽ ഓഹരി ഇപ്പോൾ ഈ കലാനിധി മാരന്റെയും കുടുംബത്തിന്റെയും കൈവശമാണ്. ഇതിൽ തന്നെയും അതുപോലെ തന്നെ സഹോദരിയെയും വഞ്ചിച്ചു എന്നുള്ള ഒരു ഗുരുതര ആക്ഷേപം ദയാനിധി മാരൻ ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ DMK കേന്ദ്രം, പ്രത്യേകിച്ച് MK സ്റ്റാലിനൊക്കെ ഇടപെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതിനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. പക്ഷേ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുക എന്നാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ദയാനിധി മാരൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ജൂൺ 10-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച് ലീഗൽ നോട്ടീസ് കലാനിധി മാരനും കുടുംബത്തിനും അയക്കുന്നത്. ഈ വിഷയത്തിൽ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക തട്ടിപ്പ് ആയതിനാൽ തന്നെ SFIO അതുപോലെ ഓഹരി തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതിനാൽ സെബി, ED ഈ 3 കേന്ദ്ര ഏജൻസികൾക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങൾ, തെളിവുകൾ കൈമാറും എന്നും ദയാനിധി മാരൻ അറിയിക്കുന്നുണ്ട്. ഏതായാലും തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ ഇടപെടാൻ കേന്ദ്ര ഏജൻസികൾ ഏതെങ്കിലും തരത്തിലുള്ള പഴുതുകൾ ഉണ്ടോ എന്ന് കാത്തിരിക്കുന്ന ഒരു വേളയിലാണ് ഇങ്ങനെ ഒരു തർക്കം ഈ മാരൻ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നത്. തമിഴ്നാട്ടിലും ദക്ഷിണേന്ത്യയിലും ആകെ നിറഞ്ഞു നിൽക്കുന്ന എന്റർടൈൻമെന്റ് വ്യവസായത്തെ മുഴുവൻ തന്നെ കൈയാളുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് സൺ ഗ്രൂപ്പിനെ കണക്കാക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ വലിയ തർക്കങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. നമുക്ക് വേഗത്തിൽ എന്താണ് സൺ ടി വിയുടെ ഈ ഓഹരി തർക്കത്തിലേക്ക് പോകുന്നത്, എന്താണ് അതിൻ്റെ ചരിത്രമെന്ന് നോക്കാം. നിലവിൽ സൺ ടി വിയുടെ 75% ഓഹരികളും കലാനിധിയുടെ നിയന്ത്രണത്തിലാണ്. ഇതിനെതിരെയാണ് ദയാനിധി മാരന്റെ ആരോപണങ്ങൾ. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം അഭിലാഷ്. അതെ, 1993 ഈ സൺ നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നത്. അതിൽ 2003 വരെ കലാനിധി മാരൻ ഒരു എംപ്ലോയി മാത്രമായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഓഹരികൾ കൈക്കലാക്കി എന്നുള്ളതാണ് ദയാനിധിയുടെ ആരോപണം. നമുക്കറിയാം, ഇന്ത്യയുടെ തന്നെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്ന കുടുംബമാണ് മുരശ്ശേരി മാരൻ കേന്ദ്രമന്ത്രിയായിരുന്നു. 2003 10 രൂപ നിരക്കിൽ 12 ലക്ഷം ഓഹരികൾ കലാനിധി സ്വന്തമാക്കി എന്നുള്ളതാണ് ദയാനിധി ആരോപിക്കുന്നത്. എന്തായാലും ഈ 2003 ഓഹരി ഘടന അത് പുനഃസംഘടിപ്പിക്കണം അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കണമെന്നാണ് ദയാനിധി മാരന്റെ ആവശ്യം. ആ ആവശ്യമാണ് വീണ്ടും തർക്കത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. സൺ ടി വി ഓഹരിയുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നു എന്നും ദയാനിധി മാരൻ ആരോപിക്കുന്നുണ്ട്. വലിയ കോളിളക്കം ഉണ്ടാക്കും എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഡി എം കെ സപ്പോർട്ടേഴ്സ് ആയിരുന്നു. മുരശ്ശേരി മാരൻ കേന്ദ്രമന്ത്രിയായിരുന്നു, ദയാനിധി മാരൻ കേന്ദ്രമന്ത്രിയായിരുന്നു. തമിഴ്നാട്ടിൻ്റെ മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ തന്നെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സ്തംഭങ്ങളിൽ ഒന്നാണ് ഈ സൺ നെറ്റ്വർക്ക്. ആ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിക്ക് തന്നെ ഇപ്പോൾ വലിയ തോതിൽ കുലുക്കമുണ്ടാക്കാവുന്ന നിയമ പോരാട്ടമാണ് ദയാനിധിയും കലാനിധിയും തമ്മിൽ നടത്തുന്നത്. എന്തായാലും ഇതിൽ ഒതുങ്ങുന്നില്ല. സൺറൈസേഴ്സ് ഹൈദരാബാദ് IPL ഏറ്റവും പ്രധാനപ്പെട്ട ടീമാണ്. ഒപ്പം തന്നെ സ്പൈസ്ജെറ്റ് ഇതൊക്കെ സ്വന്തമാക്കിയത് കള്ളപ്പണത്തിലൂടെയാണ് എന്ന ആരോപണം കൂടിയുണ്ട്. അപ്പോൾ സൺ ഗ്രൂപ്പിനെ ആകെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്.